عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. വേദിയിലെ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, പൗരപ്രമുഖരെ, ഈ പരിശുദ്ധമായ റൂസ് മുബാറക്കിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഷെയ്ഖുന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സർഹുൽ അസീസ് മഹാനവറുകളുടെ 30ാമത് റൂസ് മുബാറക്കാണ് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ദിവസങ്ങൾ നീണ്ട ധാരാളം നമ്മുടെ സദാത്തുക്കളും പണ്ഡിതന്മാരും നേതാക്കളും പൗരപ്രമുഖരുമൊക്കെ സംബന്ധിക്കുന്ന പരിപാടികൾ വളരെ സമുചിതമായി സംഘടിപ്പിക്കപ്പെടാറുണ്ട്. നമ്മളൊക്കെ അതിൽ സംഘടിക്കാറുണ്ട്. ഈ വർഷവും നമുക്കതിൽ സംബന്ധിക്കാനും ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് നേടിയെടുക്കാൻ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ തന്നെ ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ വിശദമായി പ്രഭാഷണം നടത്താൻ യുവ പണ്ഡിതനും പ്രഭാഷകനുമായിട്ടുള്ള നിസാമുദ്ദീൻ അസ്ഹരി ഇവിടെ ഏതാനും സമയങ്ങൾക്കകം എത്തിച്ചേരാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ പരിപാടി ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയുമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ അവർക്ക് വൈജ്ഞാനിക രംഗത്തും അവരുടെ സാമൂഹിക പുരോഗതിയുടെ മേഖലയിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ മഹാപണ്ഡിതനാണ് ഷെയ്ഖുന ശംസുൽ ഉലമ. ഒരു പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നതിനേക്കാളപ്പുറം അവര് ജീവിച്ചിരുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉടലെടുത്ത ഓരോ പ്രശ്നങ്ങളിലും സമയബന്ധിതമായി ഇടപെടാനും വളരെ വിവേകപൂർവ്വം സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനും പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത മഹാനാണ് ഷെയ്ഖുന ശംസുൽ ഉലമ. നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു നാട്ടിലാണ്. ഇവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതിന്റെ പേരിൽ ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവുമാണ്. ആ കാലത്താണ്, അത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ അന്തസ്സോടെ അഭിമാനത്തോടുകൂടി ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിൽ ആത്മവിശ്വാസമുള്ള ഒരു സമൂഹവുമാക്കി കേരളത്തിലെ മുസ്ലിങ്ങളെ വാർത്തെടുക്കാൻ, വളർത്തിയെടുക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. ദീർഘമായ 4.5 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം വഹിച്ചിരുന്ന കാലം കേരളീയ മുസ്ലിം സമൂഹത്തെ വിശ്വാസപരമായി, കർമ്മപരമായി, ആചാരങ്ങൾക്കിടയിൽ, അനുഷ്ഠാനങ്ങൾക്കിടയിൽ, അവരുടെ ജീവിത ചുറ്റുപാടുകളിൽ പല രീതിയിൽ ദുസ്വാധീനം ചെലുത്തിയിട്ടുള്ള ആശയ പ്രചാരകരെ വളരെ ബുദ്ധിപരമായിട്ട് നേരിടാനും
അത്തരം പ്രശ്നങ്ങളെ മറികടക്കാനും കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രാപ്തമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മഹാവ്യക്തിത്വമാണ് ശംസുൽ ഉലമ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ, ഈ 100 വർഷക്കാല ചരിത്രത്തിൽ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ, സമസ്തക്ക് നേതൃത്വം കൊടുത്തിരുന്ന അതിന്റെ നായകന്മാരുടെ ചരിത്രം പറയുമ്പോൾ, ആ പ്രസ്ഥാനത്തിന്റെ പുരോഗതിയെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചും ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്തൊരു വ്യക്തിത്വമായിട്ട് ഇന്നും ശംസുൽ ഉലമ പ്രകീർത്തിക്കപ്പെടുകയാണ്. അതിന്റെ കാരണം സ്വന്തം വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആദർശങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്റെ സമൂഹത്തെ നയിക്കേണ്ടത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏറനാട്ടിൽ ചില ക്രിസ്ത്യൻ മിഷണറിമാർ അവർ ക്രൈസ്തവ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വന്നു. അതിന് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ തടയാനോ അതിനെ വിമർശിക്കാനോ നമുക്ക് അർഹതയില്ല. എല്ലാവർക്കും അവരവരുടെ മതം ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രബോധനം ചെയ്യാനും ഒക്കെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകന്മാർ വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ദരിദ്ര ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ ചെന്നുകൊണ്ട് അവിടെ വിവിധ ലഘുലേഖകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ആ ലഘുലേഖകളിൽ വിശുദ്ധ ഖുർആൻ സൂക്തമുണ്ടായിരുന്നു. ആ വിശുദ്ധ ഖുർആൻ സൂക്തത്തിന് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള അർത്ഥവും വ്യാഖ്യാനവും നൽകിക്കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ ക്രൈസ്തവ പ്രബോധനത്തിന്റെ ഒരു മാർഗമാക്കി അവലംബിച്ചുകൊണ്ട് മുസ്ലിം വീടുകളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം കുടുംബങ്ങളിൽ പ്രലോഭനത്തിന്റെ ഒരു പ്രബോധന രീതി ആരംഭിച്ചു. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ചുറ്റുപാടനുസരിച്ചുകൊണ്ട് അതിനെ വിദ്വേഷ പ്രചാരണം എന്ന് വിളിക്കാം, വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടുന്നു എന്ന് പറയാം, മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയാം. രണ്ട് സമുദായങ്ങൾ തമ്മിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എത്രയോ വലിയ കാരണങ്ങളായിട്ട് ഉന്നയിക്കപ്പെടാവുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തത്? അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ഏത് രീതിയിലാണ് ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മഞ്ചേരിയിലും എടക്കരയിലും ശംസുൽ ഉലമ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം നിർവഹിക്കുകയാണ്. ആ പ്രഭാഷണം നിർവഹിക്കുന്നത് ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ തന്നെ ഈ പ്രബോധകന്മാർ, മിഷണറി പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ, മുസ്ലിം സമുദായത്തിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ദൂരീകരിക്കേണ്ടതുണ്ട്. ആ പ്രബോധകന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അർദ്ധസത്യങ്ങളും പൂർണ്ണമായിട്ടുള്ള തെറ്റായ കാര്യങ്ങളുമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പ്രചാരണവും ഉണ്ടാവണം. മറ്റൊരു മതവിഭാഗത്തെ നോവിക്കാതെ, അവരധിക്ഷേപിക്കാതെ, അവരെ പരിഹസിക്കാതെ, അവരുടെ മനോവികാരത്തെ വ്രണപ്പെടുത്താതെ, അതിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം വർഗീയതക്ക് അവസരമുണ്ടാക്കാതെ വളരെ മാന്യമായ ഭാഷയിൽ, വളരെ മാന്യമായ ഭാഷയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ കൃത്യമായി ലളിതമായി വിശദീകരിച്ചു കൊടുക്കുകയും
അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിൽ പരിഹാസപൂർവമല്ല, അത് വസ്തുതാപരമായി തെറ്റാണെന്ന് കൃത്യമായി ആധികാരികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ബൈബിളിലെ ഉദ്ധരണികൾ തന്നെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമ പ്രഭാഷണം നിർവഹിക്കുകയാണ്. ആ പ്രഭാഷണം കേൾക്കാൻ ക്രൈസ്തവ മിഷണറി പ്രവർത്തകന്മാർ പോലും ആ സദസ്സിലുണ്ടായിരുന്നുവെന്ന് അതിന് ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രചിക്കപ്പെട്ടിട്ടുള്ള രേഖകളിൽ കാണാൻ സാധിക്കും. ആ പ്രഭാഷണത്തോടുകൂടി ആ രീതിയിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളെയും ദാരിദ്ര്യ ചുറ്റുപാടുകളെയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണ രീതി, ഒരു മിഷണറി പ്രവർത്തനം അതോടുകൂടി അവസാനിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ സത്യമാണ്. ഞാനിവിടെ പറയുന്ന കാര്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഒരു മതവിഭാഗം അവരുടെ മതത്തിന്റെ പ്രബോധനത്തിന്റെ ഭാഗമായി മറ്റൊരു മതവിഭാഗത്തിന്റെ വേദഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വന്തം വീടുകളിൽ കയറി ചെന്നുകൊണ്ട് മിഷണറി പ്രവർത്തനം നടത്തിയപ്പോ അതിന്റെ പേരിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല. അതിന്റെ പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം മൈത്രി തകർന്ന സാഹചര്യം ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലുള്ള സാമുദായിക സൗഹാർദ്ദത്തിന് പോറലേൽക്കാത്ത വിധം സത്യസന്ധമായി സതുദ്ദേശപൂർവം ആ പ്രബോധനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിവേകത്തോടുകൂടി കാണിച്ചു കൊടുത്ത മഹാനായ പണ്ഡിതന്റെ പേരാണ് ശൈഖുനാ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഇത് കേരളീയ പൊതുസമൂഹത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട, ഇന്നും ആവർത്തിച്ച് പറയേണ്ട സുപ്രധാനമായിട്ടുള്ള ഒരു ചരിത്രമാണ്. അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒരു രീതിശാസ്ത്രം പറയുന്നിടത്ത് മാത്രമല്ല, പിൽക്കാലത്തൊക്കെ പല പ്രബോധകന്മാരും മതതാരതമ്യ പഠനത്തിനൊക്കെ വേണ്ടി പല ആളുകളും രംഗത്ത് വന്നല്ലോ. എന്താണ് അതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടം? ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രത്തിൽ അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മതസ്പർദ്ധ ഉണ്ടാക്കാനും വർഗീയമായ വൈരമുണ്ടാക്കാനും വ്യത്യസ്ത സമുദായങ്ങളെ പരസ്പരം സംശയത്തോടുകൂടി നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാക്കാനും സാധിച്ചു എന്നതാണ് അതിന്റെ നേട്ടം. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷക്കാല ചരിത്രത്തിനിടയിൽ അതിന്റെ ആശയം പ്രചരിപ്പിച്ചിടത്ത്, അതിന്റെ ആശയം പ്രബോധനം ചെയ്യപ്പെടുത്തിടത്ത്, എന്നാൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യപ്പെട്ട ഘട്ടങ്ങളിലൊന്നും മറ്റൊരു മതവിഭാഗത്തിന് മനപ്രയാസമുണ്ടാക്കുന്ന അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. പിൽക്കാലത്ത് മറ്റു ചില ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ചില പ്രബോധന രീതികൾ കൊണ്ടുവന്നിരുന്നു. ആ പ്രബോധന രീതികൾ മുസ്ലിം സമുദായത്തെ മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും ഏറെ അപമാനിതമാക്കുന്ന രീതിയാണ് അവർ ഉപയോഗിച്ചത്. കാരണം അതൊരു ഇസ്ലാമിന്റെ പ്രബോധന രീതിയല്ല. ഇസ്ലാമിന്റെ പ്രബോധന രീതിയല്ല. ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നുകൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാ വിഭാഗത്തെയും ഒരു പന്തലിലേക്ക് വിളിച്ചുകൂട്ടുന്നു. അവിടെ എല്ലാം വീട് കയറിയിട്ടും നേരിട്ട് കണ്ടിട്ടും ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയിട്ടും വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയൊക്കെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചുകൂട്ടുന്നു. അതിന്റെ പേര് സ്നേഹസംവാദം. കേൾക്കാൻ നല്ല പേരാണ്, സ്നേഹസംവാദം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും ഒക്കെ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് ആ പ്രദേശത്തുള്ള ചർച്ചിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ബിഷപ്പിനെ, അവിടുത്തെ ഫാദറിനെ ചെന്നുകൊണ്ട് കാണുന്നു. എല്ലാ മതവിഭാഗങ്ങളും പങ്കെടുക്കുന്ന, എല്ലാ മതാചാര്യന്മാരും വേദി പങ്കിടുന്ന ഒരു സ്നേഹ സംവാദം നടക്കുന്നുണ്ട്. താങ്കൾ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കണം. സ്വാഭാവികമായും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവർ വരും. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷണിക്കുന്നു. അവിടുത്തെ സ്വാമിജിയെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ നാട്ടിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സ്നേഹ സംവാദം ഈ കാലത്ത് അത് ആവശ്യമാണ്.
മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിലൊക്കെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മളെല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആചാര്യന്മാരും അവരുടെ അനുയായികളും ഒരുമിച്ച് കൂടുന്ന വേദികൾ ഈ കാലത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത്തരമൊരു സ്നേഹ സംവാദം സംഘടിപ്പിക്കുന്നു, സ്വാമിജി പങ്കെടുക്കണം എന്ന് പറയും. സ്വാമിജി സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിക്കും, വേദിയിലെത്തും. ഈ രീതിയിൽ അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പരിപാടിയിൽ എല്ലാവരും എത്തുന്നു. ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞൊരാളുണ്ടാകും, ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞൊരാളുണ്ടാകും, ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ടാകും. മൂന്ന് പേരും അവരവരുടെ വിഷയാവതരണങ്ങൾ നടക്കുന്നു. സ്വാഭാവികമായും ഒരു സ്നേഹ സംവാദത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു സ്നേഹസമ്പന്നമായ സൗഹൃദ സദസ്സിൽ പങ്കെടുക്കേണ്ട പറയേണ്ട ചില നല്ല വാക്കുകൾ അവർ മൂന്ന് പേരും പറയും. അതിനുശേഷമാണ് സംഘാടകർ അവരുടെ യഥാർത്ഥ അജണ്ട പുറത്തെടുക്കുന്നത്. എന്നിട്ട് സംഘാടകർ പറയും, നമ്മുടെ അതിഥികളോട് സദസ്സിലുള്ളവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ചോദ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് സ്വാമിജിയോട് ചോദ്യം ചോദിക്കും. അത്തരമൊരു ചോദ്യോത്തര പരിപാടിക്ക് സന്നദ്ധനായി മുന്നൊരുക്കത്തോടുകൂടി വന്നതല്ലാത്ത കേവലം ഒരു സൗഹൃദ പരിപാടിയിൽ പങ്കെടുക്കാനും വന്ന സ്വാമിജി അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ചോദ്യകർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മറുപടി പറയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അത് സ്വാമിജിയുടെ ഒരു പോരായ്മയല്ല. കാരണം അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ട സദസ്സോ അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ട അതിഥിയോ ആയിരുന്നില്ല. അദ്ദേഹം അവിടെ വന്നപ്പോ അത്തരമൊരു അബദ്ധത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യം ക്രൈസ്തവ പാതിരിയോടാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ ചോദ്യകർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മറുപടി പറയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. മൂന്നാമത്തെ ചോദ്യം ഈ സംഘാടകൻ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രതിനിധിയോടാണ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ചോദ്യകർത്താവ് ആ ചോദ്യം ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് വേദിയിലിരിക്കുന്ന ആളോട് ചോദിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ വളരെ മനോഹരമായ മറുപടി പറയുന്നു. ഇങ്ങനെ ഒരു സ്നേഹ സംവാദം എന്ന പേരിൽ ഒരു പ്രബോധന ശൈലി ചില ആളുകൾ അവിടെ ആരംഭിച്ചു. എന്താണ് അതുകൊണ്ട് സംഭവിക്കുക? അവിടെ സ്വാഭാവികമായും ക്രൈസ്തവ സമുദായത്തിന്റെയും ഹൈന്ദവ സമുദായത്തിന്റെ പ്രതിനിധിയെ ആ വേദിയിൽ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് കബളിപ്പിക്കുകയാണ്. അത്തരമൊരു പ്രബോധന രീതി, പ്രചാരണ രീതി ഒരിക്കലും നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെയല്ല ഒരു മതം പ്രചരിപ്പിക്കേണ്ടത്. മറ്റൊരു മതവിഭാഗത്തിന്റെ ആശയത്തിന്റെ പോരായ്മകളോ മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാര്യന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ലഭിക്കാത്തതിന്റെ കഴിവുകേടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഇസ്ലാമിന്റെ നന്മകൾ പ്രചരിപ്പിക്കേണ്ടത്. ഇസ്ലാമിന്റെ നന്മ പ്രചരിപ്പിക്കാൻ അതിന് ഇസ്ലാമിനെ കുറിച്ച് പറയാനുണ്ട്. അത് മറ്റുള്ളവരുടെ പോരായ്മ പറഞ്ഞുകൊണ്ടല്ല, മറ്റുള്ളവരുടെ കഴിവുകേട് കാണിച്ചുകൊണ്ടല്ല. ചുരുക്കി പറഞ്ഞാൽ അത്തരം ചില രീതികൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് പ്രബോധനത്തെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്. മതപ്രബോധനം, മതപരിവർത്തനം എന്നതൊക്കെ ഇവിടെ രാഷ്ട്രീയമായ അജണ്ടയായി ഏറ്റെടുക്കാനും നമ്മുടെ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം വരെ കൊണ്ടുവരാൻ ഇവിടെ സംഘപരിവാറിനെയും ഹിന്ദുത്വ ശക്തികളെയും ഒക്കെ പ്രേരിപ്പിച്ചത് പല കാരണങ്ങളും ഉണ്ടാകാം. അതിൽ ഒരു കാരണം ഇത്തരം വിവേകശൂന്യമായ ചില പ്രബോധന രീതികൾ നമ്മുടെ സമുദായത്തിലെ ചില ബിദഈ കക്ഷികൾ ആരംഭിച്ചത് കൊണ്ടാണ്. ഇവിടെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ പരിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് പോലും അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അത്തരം പ്രബോധന രീതികൾ ആരംഭിച്ചപ്പോ അവിടെയൊന്നും മനോവികാരത്തെ, മതവികാരത്തെ വ്രണപ്പെടുത്താതെ സത്യസന്ധമായി ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ മനോഹരമായി വിശദീകരിച്ചുകൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഇസ്ലാം പ്രബോധനം ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തതിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശ്രദ്ധേയമായ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ ചരിത്ര പ്രസിദ്ധമാണ് ശംസുൽ ഉലമയുടെ പ്രസംഗം.
അന്നത്തെ 60-ാം വാർഷിക സമ്മേളനത്തിലെ പ്രസംഗം ഒരു പുസ്തകമായിട്ട് പോലും പുറത്തു വന്നിട്ടുണ്ട്. കാരണം അത്രയും ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗം ഞാനിപ്പോൾ ഇവിടെ ഓർക്കാൻ കാരണം 2 ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു ഹിന്ദുത്വ ആശയ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹർഷി എന്ന പേരിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ശബരിമലയിലെ വാവർ മുസ്ലിം തീവ്രവാദിയായിരുന്നു എന്ന്. ശബരിമലയിലെ വാവർ മുസ്ലിം തീവ്രവാദിയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമലയിലെ വാവരും അയ്യപ്പനും അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും സൗഹൃദ ബന്ധത്തെക്കുറിച്ചും കേരളീയ പൈതൃകത്തിൽ ഇക്കാലം അത്രയും പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യമാകട്ടെ ചരിത്രമാകട്ടെ അത് കേരളീയ ബഹുസ്വരതയുടെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണ്. അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർത്തെറിയാനും വിദ്വേഷ പ്രചാരണം നടത്താനും വേണ്ടി വിളിച്ചു പറഞ്ഞു വാവർ മുസ്ലിം തീവ്രവാദിയായിരുന്നു എന്ന്. ആ വാവരെ കുറിച്ച് 4 പതിറ്റാണ്ട് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60-ാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കേണ്ടത് മതസൗഹാർദ്ദം നിലനിൽക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. ശംസുൽ ഉലമയുടെ പ്രഭാഷണമാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ എന്നല്ല പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അതിന്റെ കാരണം പറഞ്ഞത് ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ശംസുൽ ഉലമയുടെ പ്രഭാഷണമാണ്. ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. വാവർ വലിയാണെന്ന് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇന്നലെ ഈ വാവരെ മുസ്ലിം തീവ്രവാദിയാണെന്ന് അധിക്ഷേപത്തോടുകൂടി സംസാരിച്ച ആ മഹർഷിക്കെതിരെ എന്റെ സുഹൃത്ത് പോലീസിൽ പരാതി കൊടുത്തു. ഇന്ന് അതിൽ കേസെടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്ത അഭിഭാഷകനായ സുഹൃത്തിനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു അമുസ്ലിം സഹോദരനാണ്. അമുസ്ലിം സഹോദരനായിട്ടുള്ള അഭിഭാഷക സുഹൃത്ത് പറഞ്ഞു, വാവരെ ബഹുമാനിക്കുന്നവരും വാവരെ ആദരിക്കുന്നവരും കേരളത്തിൽ സുന്നികളാണ്. കാരണം മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളൊക്കെ ആ വാവരുടെ പള്ളിയെക്കുറിച്ചും വാവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ എന്ന് അമുസ്ലിമായ അഭിഭാഷക സുഹൃത്ത് ഇന്നലെ ഫോൺ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ പോലും ഈ ബിദഈ പ്രസ്ഥാനക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അപകടകരമായ രീതികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ശംസുൽ ഉലമ 60-ാം വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞു, കേരളത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അതിന് കാരണമായിട്ട് പറഞ്ഞത് ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ശബരിമല നടയിലെ ഭക്തനെ അയ്യപ്പനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരും വാവരുടെയും അയ്യപ്പന്റെയും സൗഹൃദത്തിന്റെയും ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും ചരിത്രഗാഥ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതാണ് കേരളത്തിന്റെ സാമുദായിക മൈത്രിയുടെ പ്രതീകമെന്ന് 4 പതിറ്റാണ്ട് മുമ്പ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സമസ്തയുടെ 60-ാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തിരിച്ചറിയണം, നമ്മുടെ നാട്ടിൽ ധാരാളം ഹൈന്ദവ സഹോദരന്മാർ ശബരിമല തീർത്ഥാടനത്തിന് പോകാറുണ്ട്. ഈ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അവരുടെ ആചാരപ്രകാരം തീർത്ഥാടനം പൂർത്തീകരിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ശബരിമല അയ്യപ്പനെ തൊഴുതാൽ മാത്രം പോരാ. ശബരിമല അയ്യപ്പന്റെ സന്തത സഹചാരിയായ വാവരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയെ പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഹൈന്ദവ സഹോദരന്റെ ആചാരം പൂർത്തീകരിക്കപ്പെടൂ. അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കി വെച്ച നിയമോ ആചാരമല്ല.
അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ഇന്നും വിശ്വാസമർപ്പിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്റെ ആചാരം പൂർത്തീകരിക്കണമെങ്കിൽ മുസ്ലിമായ വാവരുടെ പള്ളി പ്രദക്ഷിണം ചെയ്യണം എന്നാണ്. എന്നാൽ ആ വാവരുടെ പള്ളിയെ ശബരിമല തന്ത്രി കുടുംബം എങ്ങനെയാണ് പരിപാലിക്കുന്നത്? ആ വാവരുടെ പള്ളിയെ ശബരിമല തന്ത്രി കുടുംബം എങ്ങനെയാണ് പരിപാലിക്കുന്നത്? കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ ശബരിമല അയ്യപ്പനെ ആരാധിക്കാൻ വേണ്ടി, ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വരുമ്പോ ആ ആചാരത്തിന്റെയും ആരാധനയുടെയും ഒരു ഭാഗമാണ് ഈ വാവരുടെ പള്ളി എങ്കിൽ പോലും ആ പള്ളിക്കകത്തോ അതിന്റെ പരിസരത്തോ ശബരിമല അയ്യപ്പന്റെ ഒരു പ്രതിമയോ പ്രതിഷ്ഠയോ കാണാൻ പാടില്ല. കാരണം അതിന് കാരണമായിട്ട് ശബരിമല തന്ത്രി കുടുംബം പറയുന്ന കാര്യം, വാവർ ഏകദൈവ വിശ്വാസിയായിരുന്ന മുസ്ലിമായിരുന്നു. ഏകദൈവ വിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിമയെ, പ്രതിഷ്ഠയെ, അത്തരം ബിംബങ്ങളെയൊന്നും ആരാധിക്കാനോ ആ അർത്ഥത്തിൽ അതിനെ കാണാനോ പാടില്ല. അതുകൊണ്ട് വാവരുടെ ഏകദൈവ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇന്നും ശബരിമല തന്ത്രി കുടുംബം വാവരുടെ പള്ളിക്കകത്തോ പരിസരത്തോ ശബരിമല അയ്യപ്പന്റെ ഒരു പ്രതിമ പോലും പ്രതിഷ്ഠിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രമേൽ പരസ്പര വിശ്വാസത്തോടുകൂടി, പരസ്പര സൗഹൃദത്തോടുകൂടി, പരസ്പരം വിശ്വാസങ്ങളെയും ആചാരത്തെയും മാനിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മുന്നോട്ട് പോകുന്നത്. ആ സാമുദായിക സൗഹാർദ്ദത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശംസുൽ ഉലമ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ പറഞ്ഞത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കാൻ ആവശ്യമാണെന്ന്. ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പരസ്പര വിദ്വേഷത്തിന്റെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന അധിക്ഷേപത്തിന്റെ, മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചു വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ 10 വോട്ടുണ്ടാക്കാം എന്ന ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ, അവർക്കിടയിലാണ് മഹാനായ ശംസുൽ ഉലമ കാണിച്ചു തന്നിട്ടുള്ള മഹോന്നതമായിട്ടുള്ള ഈ സന്ദേശം നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതം, കാഴ്ചപ്പാടുകൾ, സന്ദേശങ്ങൾ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന് മാത്രം മുതൽ കൂട്ടായിട്ടുള്ള കാര്യമല്ല. കേരളത്തിന്റെ ബഹുസ്വരതയെ ഇത്രയും മനോഹരമായി വർണ്ണിക്കുകയും അത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും കൊടുത്തിട്ടുള്ള ഒരു സമാനമായ ഒരു മുസ്ലിം പണ്ഡിതനെ കേരളീയ ചരിത്രത്തിൽ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ള, കേരളത്തിലെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വലിയ സന്ദേശങ്ങൾ പകർന്നിട്ടുള്ള മഹാനായ പണ്ഡിതന്റെ പേരാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ കൂടി ഉറൂസ് മുബാറക്കാണ് നമ്മൾ ഇവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശംസുൽ ഉലമയുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഭാഗം ശൈഖുനാ ശംസുൽ ഉലമ കൃത്യമായി ബോധ്യം വന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായിട്ടുള്ള അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, ആശയത്തെ പ്രബോധനം ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ, അതിനാധികാരികമായി സമർത്ഥിക്കാൻ വലിയ പോരാട്ടമാണ് നടത്തിയത്. വലിയ പോരാട്ടം ആ ജീവിതകാലത്തുടനീളം നടത്തിയിട്ടുള്ള ആദർശ പോരാട്ടം അത് ചരിത്രത്തിൽ ശ്രദ്ധേയമായ പോരാട്ടമാണ്. ശംസുൽ ഉലമ എത്രയെത്ര പ്രഭാഷണങ്ങൾ, എത്രയെത്ര ഖണ്ഡന പ്രഭാഷണങ്ങൾ, എത്രയെത്ര സംവാദങ്ങൾ എതിരാളികളുടെ, ആദർശ വിരോധികളുടെ, പല രീതിയിലും പരിശുദ്ധ ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നിട്ടുള്ള സമുദായത്തിനകത്തും പുറത്തുമുള്ള പ്രതിയോഗികളുടെ ആരോപണ ശരങ്ങളുടെ മുനയൊടിക്കാൻ ബുദ്ധിപരമായ നീക്കം നടത്തിയിട്ടുള്ള ശൈഖുനാ ശംസുൽ ഉലമ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ ഒരു ഖണ്ഡന പ്രസംഗത്തിന് പോയപ്പോ ആ ഖണ്ഡന പ്രസംഗം കഴിഞ്ഞ് ബിദഈ പ്രസ്ഥാനക്കാരന്റെ എല്ലാ വാദങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് വിജയശ്രീലാളിതനായി തിരിച്ചു വന്നപ്പോ ആ തിരിച്ചുവരവിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ രാജാക്കന്മാരെ കൊണ്ടുപോകുന്ന പല്ലക്ക്, അതുപോലൊരു പല്ലക്കിലാണ്
ആ സംവാദ ഖണ്ഡന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ സ്വന്തം വീട്ടിലേക്ക് പല്ലക്കിൽ ഏറ്റിക്കൊണ്ടാണ് ശൈഖുന ശംസുലമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചരിത്രം പറയുന്നു. ഒരു കാലത്ത് രാജാക്കന്മാരെ കൊണ്ടുപോയിരുന്ന പല്ലക്കിൽ കൊണ്ടുപോകാൻ മാത്രം, ആ പല്ലക്കിൽ തിരിച്ചു കൊണ്ടുവരാൻ മാത്രം ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിട്ടുള്ള ഖണ്ഡന പ്രസംഗം നടത്തിയ ശംസുലമയെ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടു നടന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ വലിയ തോതിൽ ആദർശ പ്രബോധന രംഗത്ത്, പ്രചാരണ രംഗത്ത് വലിയ ദൗത്യ നിർവഹണത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഒരുപാട് വിമർശനങ്ങൾ ശംസുലമക്കെതിരെ ഉണ്ടായിരുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളൊക്കെ സജീവമായത്. അന്ന് അതൊന്നുമില്ല. അന്ന് ചില നോട്ടീസുകൾ ഇറങ്ങും, ചില പുസ്തകങ്ങൾ ഇറങ്ങും, എവിടെയെങ്കിലും ചില പ്രഭാഷണങ്ങൾ നടത്തും. അങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നത്. ഇന്ന് അതിനൊന്നും ആവശ്യമില്ല. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓരോർക്കും ഓരോ നുണകൾ പ്രചരിപ്പിക്കാവുന്ന കാലമാണ്. പക്ഷെ അക്കാലത്ത് പോലും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ ശൈഖുന ശംസുലമക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. വളരെ ക്രൂരമായ കേസുകളിൽ അകപ്പെടുത്തിക്കൊണ്ട് ശംസുലമയുടെ വായ മൂടിക്കെട്ടാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മംഗലാപുരത്തിനടുത്ത് ഒരു കൊലപാതക കേസിൽ വരെ പ്രതിയാക്കിയിട്ട് ശംസുലമയുടെ ഈ ആശയ പ്രബോധനത്തിന് തടസ്സം നിൽക്കാൻ ബിദഈ പ്രസ്ഥാനക്കാർ ശ്രമിച്ചിരുന്നു. പക്ഷേ ശംസുലമ അവസാന കാലം വരെ തനിക്ക് ശരിയാണെന്ന് ബോധ്യം വന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ കൃത്യമായി പറയാനും പ്രചരിപ്പിക്കാനും സധൈര്യം മുന്നോട്ട് നീങ്ങിയെന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. വളരെ കൃത്യമായി ആദർശ പ്രചാരണ രംഗത്ത്, പ്രബോധന രംഗത്ത് ശംസുലമ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു. ഈ ആദർശ കാര്യത്തിലൊക്കെ കണിശമായ ഒരു സമീപനം വരച്ചു പുലർത്തുമ്പോൾ തന്നെ നമ്മൾ അറിയണം, നമ്മുടെ പൂർവികമായ പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചൊരു പാഠമുണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ. ആ പാഠം എന്താണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതിനെ വികലമായി ചിത്രീകരിക്കുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കി പരിശുദ്ധ ഇസ്ലാമിനെ പ്രമാണങ്ങൾക്ക് അതീതമായി സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാം എന്നൊരു കീഴ്വഴക്കം കൊണ്ടുവന്ന ബിദഈ പ്രസ്ഥാനങ്ങൾ, ആ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങൾ അകലം പാലിക്കണം. ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം പാലിക്കണം. എന്തിനാണ് ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം പാലിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് പറയുന്നത്? ബിദഈ പ്രസ്ഥാനങ്ങളുമായി സംവാദം നടത്താൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞുകൊള്ളുന്നില്ല. കാരണം ബിദഈ പ്രസ്ഥാനക്കാരന്റെ തിയറി മതത്തിന്റെ ഏത് പ്രമാണത്തെയും സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാം എന്നാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ തിയറിയോ അത് പൂർവികമായ പാരമ്പര്യത്തിലൂടെ അതിന്റെ വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് പൗരാണിക പണ്ഡിതന്മാർ എങ്ങനെയാണ് പ്രമാണം വ്യാഖ്യാനിച്ചത്, ആ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഉസൂലിൽ, ആ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടേ നമ്മുടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ കഴിയൂ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ബിദഈ പ്രസ്ഥാനക്കാർ ഒരുതരം മതയുക്തിവാദികളാണ്. അവർ അവരുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ടെക്സ്റ്റുകൾ അനുസരിച്ചുകൊണ്ട്, പുസ്തകങ്ങൾ നോക്കിയിട്ട് അതിന്റെ അർത്ഥവും അവരുടെ വികലമായ പരിമിതമായ ബുദ്ധി അനുസരിച്ചുകൊണ്ട് അതിനൊരു വ്യാഖ്യാനവും നൽകിയിട്ട് അതിന് തന്നെ മതവിധി പറയുന്ന ചുറ്റുപാടിലേക്ക് ബിദഈ പ്രസ്ഥാനങ്ങൾ അധപ്പതിച്ചു പോയി. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പൗരാണിക പണ്ഡിതന്മാർ അതിന്റെ പ്രമാണങ്ങളെ എങ്ങനെ വ്യാഖ്യാനിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ ഊന്നിന്നുകൊണ്ട് ആ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ പാരമ്പര്യ ഇസ്ലാമിനെ മുറുകെ പിടിച്ചു. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ഈ ഒരു ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇടവരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ പറഞ്ഞു, ബിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം. അവരുമായിട്ട് അമിതമായ സഹവാസം പാടില്ല. അവരുമായിട്ട് അകന്നു നിൽക്കണം. അകന്നു നിന്നുകൊണ്ടുള്ള സംവിധാനത്തെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം,
ആ ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളുമായിട്ട് പരിധി വിട്ടുകൊണ്ട് സഹവസിച്ചാൽ സ്വാഭാവികമായും അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും, അത് നമ്മുടെ സംസ്കാരത്തെ ബാധിക്കും, അത് നമ്മുടെ ഈമാനിനെ പോലും ദുർബലപ്പെടുത്തും. അപകടകരമായ വിശ്വാസപരമായ ദുർബലമായ സാഹചര്യത്തിലേക്ക് വിശ്വാസികൾ എത്തിച്ചേരാതിരിക്കാനാണ് അത്തരം രീതി സ്വീകരിച്ചത്. അപ്പൊ മുസ്ലിം സമുദായത്തിന് വിശ്വാസപരമായി കർമ്മപരമായി ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ദിശ നിർണയിക്കുന്നതോടുകൂടി അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ ഈമാനിന് കാവൽ നിൽക്കാൻ വേണ്ടി നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, അത്തരം ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം. എന്നാൽ അത് പഠിപ്പിച്ച അതേ സമസ്തയുടെ പണ്ഡിതന്മാർ, ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ആളുകൾ പറയും, ഇതൊരു സങ്കുചിതമായ കാഴ്ചപ്പാടല്ലേ, എല്ലാവരും മുസ്ലിങ്ങളല്ലേ, എല്ലാവരും അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരല്ലേ, എല്ലാവരുടെയും വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനല്ലേ, എല്ലാവരും 5 വക്ത് നിസ്കരിക്കുന്നവരല്ലേ, നോമ്പ് നോക്കുന്നവരല്ലേ. അപ്പൊ ശാഖാപരമായ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ അകന്നു നിൽക്കണം, അകറ്റി നിർത്തണം, മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സങ്കുചിതമായ വാദമല്ലേ, സങ്കുചിതമായ കാഴ്ചപ്പാടല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കും. അത് സങ്കുചിതമായ കാഴ്ചപ്പാടല്ല. വിശ്വാസികളുടെ ഈമാൻ സംരക്ഷിക്കാൻ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ വഴിയാണ്. എന്നാൽ അതേ പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ വരുമ്പോ, മുസ്ലിം സമുദായം പൊതുവായി അഭിമുഖീകരിക്കുന്ന പുതിയ പുതിയ വെല്ലുവിളികൾ കടന്നു വരുമ്പോ, ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ മതസമുദായങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള കൂട്ടായ്മകളെയും പ്രോത്സാഹിപ്പിച്ചത് ഇതേ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നമുക്കറിയാം 980-കൾ, നമ്മുടെ മുഖ്യാതിഥി ഇവിടെ എത്തി, ഞാൻ ദീപിപ്പിക്കുന്നില്ല. 980-കളിൽ ശരീഅത്ത് വിവാദമുണ്ടായി നമ്മുടെ രാജ്യത്ത്. ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമുണ്ടായി. അതനുസരിച്ച് നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന വാദമായിട്ട് രംഗത്ത് വന്നു. നമ്മുടെ രാജ്യത്തെ ചില പുരോഗമനവാദികൾ, പരിഷ്കരണവാദികൾ ഇസ്ലാമിക ശരീഅത്തിൽ മാറ്റം വരുത്തണമെന്ന വാദവുമായിട്ട് രംഗത്ത് വന്നപ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനെ സംരക്ഷിക്കാൻ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നമ്മുടെ രാജ്യത്തുടനീളം വലിയ വലിയ ശരീഅത്ത് സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചപ്പോ അന്ന് കോഴിക്കോട്ടെ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയായിരുന്നു. നമ്മൾ ആലോചിക്കണം, ആ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ കേരളത്തിലെ എല്ലാ മത സംഘടനകളുടെയും നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശൈഖുനാ ശംസുൽ ഉലമയായിരുന്നു. ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം, ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകിയ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടും, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് കോട്ടം തട്ടും എന്ന് പറഞ്ഞ അതേ ശംസുൽ ഉലമയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ പ്രശ്നം ഉയർന്നു വന്നപ്പോ ഓരോരുത്തരും അവരവരുടെ ആശയാദർശങ്ങളിലൊക്കെ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായ ഒരു സഹകരണം എന്ന രീതിയിൽ ഇതുപോലുള്ള പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന കൂട്ടായ്മ കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. അന്ന് ശംസുൽ ഉലമ അതിന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ശരീഅത്ത് എന്ന് പറയുന്നത് ചിത്രം വരക്കാനുള്ള ഒരു ചുമരാണ് എന്ന് സങ്കല്പിക്കുക. ആ ചുമരിൽ എങ്ങനെ ചിത്രം വരക്കണം, ആര് ചിത്രം വരക്കണം എന്ന കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷേ ആ ചുമര് സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ ചിത്രം വരക്കണം, ആര് ചിത്രം വരക്കണമെന്ന അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായ ആ ചുമര് സംരക്ഷിക്കുക, ആ ശരീഅത്ത് സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു. അന്നത് ശരിയല്ല എന്ന വാദക്കാരുണ്ടായിരുന്നു. ബിദഅി പ്രസ്ഥാനക്കാരുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ ആദർശം ഒലിച്ചു പോകുമെന്ന അവകാശവാദം ഉന്നയിച്ച ആളുകളുണ്ടായിരുന്നു. അതിന്റെ പേരിൽ വിട്ടുനിന്നവരുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കേണ്ട ഒരു കാര്യം,
കേവല സംഘടനാപരമായ സംഘടിതത്വത്തിനും സംഘടനാപരമായ താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയൊക്കെ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അന്ന് വേണമെങ്കിൽ ശംസുലമക്ക് പറയാമായിരുന്നു, എല്ലാ മതസംഘടനകളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇത്തരം കൂട്ടായ്മകളിൽ ഞാൻ പങ്കെടുത്താൽ എന്റെ സംഘടനയിൽ തന്നെ ചില ആളുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് എന്റെ സംഘടന ഈ സമ്മേളനം ഇന്നോ നാളെ തീരും, പക്ഷെ നാളെ മുതൽ എന്റെ സംഘടനയിൽ അതിന്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് തൽക്കാലം ഞാൻ വിട്ടുനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ആര് മാറി നിൽക്കുന്നു, ആർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കണമെന്ന കാഴ്ചപ്പാട് ആ മുസ്ലിം കൂട്ടായ്മയെ കേരളീയ സമുദായത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും അത് പ്രാവർത്തികമായി വിജയിപ്പിച്ചു കൊടുത്തതും ശംസുലമയായിരുന്നു. എന്നാൽ അതേ ശംസുലമ തന്നെയാണ് ഇവിടെ മദ്രസകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, ദർസുകളിലൂടെ, പ്രഭാഷണ പരമ്പരകളിലൂടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ആശയ പ്രചാരണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് എതിർപ്പുകളും ഭീഷണികളും ഉണ്ടായിരുന്നു. ശംസുലമ സേവനം ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശംസുലമ സേവനം ചെയ്തിരുന്ന സേവനം അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തക്കാരിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അവഗണന ഉണ്ടായിട്ടുണ്ട്, തെറിയഭിഷേകം ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള വിവേചനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? സ്വന്തം ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റാരെയും ബലതക്കാതെ ഈ പ്രമാണത്തിനാണ് പ്രാധാന്യം, അതിനെയാണ് മുഖവിലക്കെടുക്കേണ്ടത് എന്ന സമീപനം സ്വീകരിച്ചതുകൊണ്ട് ശംസുലമ അന്ന് അതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചിരുന്നുവോ അതിന് സമാനമായ പ്രയാസങ്ങൾ ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതൃത്വം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശംസുലുലമ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയെ മുന്നോട്ട് നയിച്ചത്, അതേ വഴിയിലൂടെയാണ് ഇന്നും സയ്യിദുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കളും ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. എനിക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു നോട്ടീസ് കിട്ടി. നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികം വരാനിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട സോവനീർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു സുഹൃത്ത്, അവരതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ അന്വേഷിക്കുന്നതിനിടയിൽ അവർക്ക് ലഭിച്ച ഒരു നോട്ടീസ് കൈവശം തന്നു. അപ്പൊ ആ നോട്ടീസിൽ പറയുന്ന കാര്യം, നോട്ടീസ് ശംസുലുലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിളങ്ങി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ശംസുലുലമക്കെതിരെ കോഴിക്കോട്ടുള്ള ഒരു പറ്റം ആളുകൾ പ്രസിദ്ധീകരിച്ച നോട്ടീസാണ്. ശംസുലുലമക്കെതിരെ പ്രസിദ്ധീകരിച്ച നോട്ടീസ് മുജാഹിദ് പ്രസിദ്ധീകരിച്ച നോട്ടീസല്ല, ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ച നോട്ടീസല്ല, ഏതെങ്കിലും ബിദായി പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ച നോട്ടീസല്ല. ശംസുലുലമയെ പലപ്പോഴും വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയും അങ്ങനെ വരുതിയിൽ നിൽക്കാൻ ശ്രമിച്ചിട്ട് വരുതിയിൽ നിൽക്കാതെ അതിനൊക്കെ കൊതറി മാറ്റി ശംസുലുലമ യഥാർത്ഥ ആദർശത്തിന്റെ ആ വഴികളിലൂടെ മുന്നോട്ട് പോയതിൽ വിറളി പൂണ്ട ഒരു വിഭാഗം ആളുകൾ ശംസുലുലമക്കെതിരെ പരസ്യമായി ഒരു നോട്ടീസ് ഇറക്കി. ആ നോട്ടീസിലെ വാചകങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷേ ആ നോട്ടീസിൽ പറഞ്ഞ വാചകങ്ങൾക്ക് സമാനമായ വാചകങ്ങൾ, അതിന് സമാനമായ വാചകങ്ങളാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ വാചകങ്ങൾ. 10-35 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ജനറൽ സെക്രട്ടറിയായി ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ശംസുലുലമ ആദർശ പോരാട്ട രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശംസുലുലമയെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചിട്ട് അതിന് വഴങ്ങാത്തൊരു ഘട്ടം വന്നപ്പോ ശംസുലുലമയെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ പുറത്തിറക്കിയിട്ടുള്ള നോട്ടീസിൽ പറയുന്ന സമാനമായ വാചകങ്ങൾ, ഏകദേശം പോലും അല്ല, സമാനമായ വാചകങ്ങൾ, അവരോടൊക്കെയുള്ള ആദരവ് ബഹുമാനം കൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ ഞാൻ ഈ വേദിയിൽ വായിക്കുന്നില്ല. അതേ വാചകങ്ങളാണ് ഏതാനും മാസങ്ങളായി, ഏതാനും വർഷങ്ങളായി സമസ്ത കേരള ജംഇയ്യത്തുലമക്കെതിരെ, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അധ്യക്ഷനെതിരെയൊക്കെ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയുകയും
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് അതിന്റെ ഭരണഘടനയുടെ 1ഉം 2ഉം വകുപ്പിൽ പറയുന്ന കാര്യം, ഒന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക, 2 അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് എതിരായി വരുന്ന ബിദഈ ആശയങ്ങളെ, എതിരായി വരുന്ന ഏത് ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക. നിയമവിധേയമായി പ്രതിരോധിക്കുക. സമസ്തയുടെ ഭരണഘടനയിലെ 1ഉം 2ഉം വകുപ്പ് അതാണ്. ബാക്കി മദ്രസയും പള്ളിയും ദുറസും അനുബന്ധ കാര്യങ്ങളൊക്കെ അതിന്റെ ഐച്ഛികമായിട്ടുള്ള വിഷയങ്ങളാണ്. അടിസ്ഥാനപരമായ അജണ്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പ്രചരിപ്പിക്കുക, അതിനെതിരായി വരുന്ന ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക. ഇതിന്നും ഈ 100ാം വാർഷികത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വരുന്ന പുതിയ ചില കാഴ്ചപ്പാടുകൾ, നമ്മൾ ഈ കാലത്ത് അങ്ങനെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഖാദിയാനി തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു കാലമൊന്നുമല്ല. അത്തരം കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ്. അതൊക്കെ ഒരു സ്വകാര്യമായ സ്വതന്ത്രമായ ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് കണക്കൂട്ടിയാൽ മതി. ബാക്കിയൊക്കെ പൊതുവായ ഒരു പൊതു മുസ്ലിമിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സങ്കര സംസ്കാരമാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന അപകടകരമായ ചില രീതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതികളുടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രീതി ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ, ഈ സങ്കര സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പ്രസക്തിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസക്തി നഷ്ടപ്പെട്ടാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ആശയത്തിന് പിന്നെ ഇവിടെ പ്രാബല്യമില്ല, നിയമപ്രാബല്യമില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖ ഇവിടെ വികൃതമാക്കപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചാൽ അറിയാം. അതിന്റെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ചാൽ അറിയാം. ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ജീർണതക്കെതിരെ, മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ള ശിർക്കുകളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ട് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് 100 വർഷം പൂർത്തീകരിച്ച ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 5-8 ഗ്രൂപ്പുകളായിട്ട് തൗഹീദിന്റെ പേരിൽ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന് പുതിയ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയിട്ട് അപകടകരമായ രീതിയിൽ തൗഹീദിന് പുതിയ പുതിയ അർത്ഥവും വ്യാഖ്യാനവും നൽകിയിട്ടുള്ള മറ്റു ബിദഈ പ്രസ്ഥാനങ്ങൾ, അവർ സ്വന്തം നേതാവിനെ പോലും തള്ളിപ്പറയുന്നു, സ്വന്തം സ്ഥാപനം പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കേരളത്തിലെ മതസംഘടനകളൊക്കെ വ്യക്തിത്വം നഷ്ടപ്പെട്ട, അസ്തിത്വം നഷ്ടപ്പെട്ട ആദർശ പാപ്പൃത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, കണിശമായ സമീപനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന, ആദർശത്തെ പ്രാമാണികമായി മാത്രം ഈ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ അർത്ഥത്തിൽ സമുദായത്തിന് ശിക്ഷണം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, അതിന്റെ ആദർശത്തെ വികലമാക്കിക്കൊണ്ട് സങ്കര സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കേവലം ഒരു സംഘടനക്കെതിരെ നടക്കുന്ന നീക്കമല്ല. അതൊരു സംഘടന ഉയർത്തിപ്പിടിക്കുന്ന കേവലം ഒരു സംഘടനയുടെ ആശയത്തിനെതിരെ നടക്കുന്ന നീക്കമല്ല. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅക്കെതിരെ നടക്കുന്ന നീക്കമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, അതിന്റെ ആഹ്വാനങ്ങളെ, അതിന്റെ തീരുമാനങ്ങളെ, അതിന്റെ പ്രഖ്യാപനങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കേണ്ട, ശക്തിപ്പെടുത്തേണ്ട, അതിന് നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെയും ആഹ്വാനങ്ങളെയും ആ അർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായിട്ട് സംഘടനയുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധമാകണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ സംവിധാനമൊന്നുമല്ല, ഒരു നിസ്സാരമായ സംവിധാനമല്ല. ചില ആളുകൾക്ക് അതിനെ ആക്ഷേപിക്കാൻ അവർ ജീവിതത്തിൽ വിധിക്കപ്പെട്ടിട്ടുണ്ടാകും. അതിന്റെ അധ്യക്ഷനെ തെറി പറയാനും പരിഹസിക്കാനും പരസ്യമായി വേദി കെട്ടാനും ഒക്കെ ചില ആളുകൾക്ക് ജീവിതത്തിൽ അവസരമുണ്ടായിട്ടുണ്ടാകും. അത് അവരുടെ ദുർഗതി എന്നല്ലാതെ നമ്മൾ അതിൽ ഒരിക്കലും ഒരു പരാതി പറയേണ്ടതില്ല. ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്ന തൗഫീക്ക് അതിനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നാം അറിയേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷക്കാല ചരിത്രത്തിനിടയിൽ, ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, ആദരണീയരായ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്,
ശൈഖുന ശംസുലമയുടെയും വരക്കൽ തങ്ങളുടെയും ചാരത്തുന്നുകൊണ്ട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു, 1926 രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിലേക്ക് എത്തുന്ന ഈ നിമിഷം വരെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞ ഒരു ഫത്വ, ഒരു പ്രഖ്യാപനം, ഒരു പ്രസ്താവന, ഒരു ആഹ്വാനം, അത് സമസ്തക്കാർ ഇന്നുവരെ മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ പഴുതു കൊടുക്കാത്ത വിധം അത്രമേൽ പ്രമാണത്തോടു കൂടിയാണ്, പ്രമാണബദ്ധമായിട്ടാണ് ഈ പ്രസ്ഥാനം സമുദായത്തോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നുവരെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സമസ്ത ആ ഫത്വ പിൻവലിച്ചു, ആ തീരുമാനം മാറ്റി പറഞ്ഞു. ദീനിയായ വിഷയങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങളല്ല, പ്രസിഡന്റ് മാറിയിട്ടുണ്ടാകും, സെക്രട്ടറി മാറിയിട്ടുണ്ടാകും, കമ്മിറ്റി മാറിയിട്ടുണ്ടാകും, പക്ഷേ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രമാണങ്ങൾ പറയുന്നിടത്ത് ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത പറഞ്ഞ ദീനിയായ വിഷയത്തിൽ പറഞ്ഞ ഒരു തീർപ്പ് ഈ പ്രസ്ഥാനം മാറ്റി പറഞ്ഞു, തിരുത്തി പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്ത് അത് തെറ്റിപ്പോയി എന്ന് ഇന്നുവരെ സമസ്ത പറഞ്ഞിട്ടില്ല. എന്താ കാരണം? സമസ്ത മുഷാവറ ദീനിയായ കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനം ഏതെങ്കിലും 3 ആൾ കൂടിയിട്ട് ഭൂരിപക്ഷത്തിന് അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതല്ല. പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ദീനിയായ വിഷയങ്ങൾ വളരെ കൃത്യമായി, വളരെ സത്യസന്ധമായി, സുതാര്യമായി, ആധികാരികമായി സമുദായത്തോട് പറയേണ്ടത്, പറയേണ്ട ഭാഷയിൽ, ശൈലിയിൽ, അവസരത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു. എത്രയോ പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമസ്ത പറഞ്ഞു, അവർ ബിദായി പ്രസ്ഥാനക്കാരാണ്, പിഴച്ച സംഘടനയാണ്, വ്യാജസിദ്ധന്മാരാണ്, കള്ളത്തൊരീക്കത്തുകാരാണ്. എത്ര പ്രസ്ഥാനങ്ങളെ കുറിച്ച് 100 കൊല്ലത്തിനിടയിൽ പറഞ്ഞു. സമസ്ത തള്ളിപ്പറഞ്ഞവരുടെ ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾ ഒരുപക്ഷെ 100 കണക്കിന് ആളുകൾ ഉണ്ടാകും. എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും, എത്രയോ ആശയപ്രചാരകരുണ്ടാകും. എന്താണ് ആ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ? എന്താണ് ആ പ്രസ്ഥാനങ്ങൾക്ക് അവസ്ഥ? കേരളത്തിലെ മുസ്ലിം മുഖ്യധാരയിലേക്ക് അവർക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടോ? സമുദായത്തിൽ അവർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? സമുദായത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്കൊരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടോ? എന്താ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന 10-40ഓളം വരുന്ന പ്രമുഖരായ പണ്ഡിതന്മാർ നിരന്തരമായ കൂടിയാലോചനകളിലൂടെ ദീനിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ച്, നിരന്തരമായി പരിശോധിച്ചുറപ്പിച്ചുകൊണ്ട് ഇതാണ് അതിന്റെ തീരുമാനമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തലത്തിലുള്ള ആളുകളും ഇന്നുവരെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടില്ല. അത്രമേൽ ആധികാരികമായിട്ടാണ് സമസ്ത ദീനിയായ കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അത്തരമൊരു പ്രസ്ഥാനത്തെ ബല കുറച്ച് കാണിക്കാൻ, അത്തരമൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ അധ്യക്ഷനെ മോശമായി ചിത്രീകരിക്കാൻ ഏതെങ്കിലും അവിവേകികൾ രംഗത്ത് വന്നാലൊന്നും ഈ പ്രസ്ഥാനത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, അത്തരം ദുഷ്ടലാക്കുകളൊക്കെ സ്വയം തിരിച്ചടിക്കുന്ന ദിനം അത്തരം ആളുകൾ കാത്തിരുന്നു കൊള്ളുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ദീർഘിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്ഷമിക്കുക. ഈ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 4 പതിറ്റാണ്ടിലധികം കാലം നേതൃത്വം കൊടുത്ത ഈ ആദർശ പ്രസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണം, അഹ്ലുസുന്നത്ത് വൽ ജമാഅ ആശയം എന്തായിരിക്കണം, ബിദായി പ്രസ്ഥാനക്കാരുടെ സമീപനം എന്തായിരിക്കണം, ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം, നമ്മൾ ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസം എന്തായിരിക്കണം, ആ വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരം എന്തായിരിക്കണം, നമ്മുടെ കുട്ടികൾ എങ്ങനെ വളരണം, നമ്മുടെ സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ കുടുംബം എങ്ങനെയാകണം, ഇന്നത്യാദി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ നിഖില മേഖലകളും വളരെ കൃത്യമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയത്തിന്റെ വീക്ഷണകോണിൽ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും തർബിയത്ത് നൽകാനും സാധിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് ഏറ്റവും കൂടുതൽ നായകത്വം വഹിച്ച മഹാനായ പണ്ഡിതനാണ് ശൈഖുനാ ശംസുൽ ഉലമ. അവരുടെ ആ വഴിയിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനും അവരെ ശിഷ്യഗണങ്ങളാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ ശിഷ്യഗണങ്ങളുടെ ആഹ്വാന പ്രകാരം, ഉപദേശം അനുസരിച്ചുകൊണ്ട് ഇനിയുള്ള കാലവും മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേകമായ വിഷയം നിങ്ങൾ അറിയിക്കാനുള്ളത്, നമുക്കറിയാം ഫലസ്തീനിലെ ഗസയിൽ എത്രയോ കാലമായി, ഏകദേശം 2 വർഷം അടുപ്പിച്ച് നിരന്തരമായ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ രാപ്പകൽ ഭേദമന്യേ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കപ്പെടുന്നു, സ്ത്രീകളും കുട്ടികളും നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നു. ദിനേന മരണമാണ്, കൊലപാതകങ്ങളാണ്. എല്ലാ വൻകിട രാജ്യങ്ങളും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആർക്കും അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല.
വൻകിട രാജ്യങ്ങളൊക്കെ ഇടപെടുന്നു, വലിയ വലിയ മീറ്റിങ്ങുകൾ ചേരുന്നു, വലിയ ഉച്ചകോടികൾ നടക്കുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ആ നരനായാട്ടിനെ പ്രതിരോധിക്കാൻ ആർക്കും ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയ ചുറ്റുപാടിലാണ് നമ്മുടെ ലോക രാഷ്ട്രീയമുള്ളത്. ഈ സാഹചര്യത്തിൽ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കാൻ SKSSF-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന 29-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് മലപ്പുറം വാര്യംകുന്നത്ത് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സൂഫി വര്യന്മാർ, ഒരുപാട് വിശ്വാസികൾ അണിനിരത്തിക്കൊണ്ട് ഗസയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ, നിങ്ങൾക്ക് ബന്ധമുള്ള ഏതെല്ലാം അർത്ഥത്തിൽ അതിലേക്ക് മറ്റുള്ള ആളുകളെയൊക്കെ അറിയിക്കാനും എത്തിക്കാനും ഒക്കെ സാധിക്കുമോ, നിങ്ങൾ ആ സന്ദേശം കൈമാറണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.